ഇന്നലെ എനിക്കൊരു 8ന്റെ പണി കിട്ടിയിട്ടാ. ഞാൻ ചാവക്കാടുന്ന് വണ്ടിമ്മെ വരുമ്പോ പോക്കറ്റീന്ന് ഫോണ് നിലത്തേക്ക് പോയി. ബാക്കിലൊരു കാറുണ്ടായിരുന്നു. ആളോട് ഞാൻ കൈകൊണ്ട് കാണിച്ചു. പക്ഷെ ആള് നിർത്തിയൊന്നുമില്ല. മെല്ലെയാണ് ആള് വന്നിരുന്നത്. പക്ഷെ കൈകൊണ്ട് കാണിച്ചിട്ടും ആള് നിർത്തിയില്ല. ആളെടുത്തു. ഫോണിന്റെ മേലെ കൂടെ ടയർ കയറിപ്പോയി. ഫോണുമ്മ കൂടെ കയറണത് ലൈവായിട്ട് ഇങ്ങനെ കണ്ടപ്പോ എന്റെ നെഞ്ചൊന്ന് പടഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാറ് കയറിപ്പോയി. അതിനുശേഷം ഞാൻ വിചാരിച്ചത് എന്തായാലും ഫോൺ ബെൻഡാവും. അതേപോലെ ഡിസ്പ്ലേ ഇതൊക്കെ പോയിണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റില്ലാന്നാ. ഞാൻ പോയി നോക്കിയപ്പോ ഫോൺ ഓൺ ആവുണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് പവർ ബട്ടൺ അമർത്തി പിടിച്ചപ്പോൾ ഓണായി. പിന്നെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ടച്ചൊക്കെ വർക്ക് ചെയ്യണായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. ഫോണിന്റെ ബിൽഡ് ക്വാളിറ്റി ആണോ എൻ്റെ ഭാഗ്യമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ ഫോൺ ചാർജ് കയറണില്ല. അപ്പോൾ പിന്നെ തോന്നി ബാറ്ററിയുടെ സൈഡിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. കുറേ തവണ നോക്കിയിട്ടും ചാർജ് ഒന്നും കയറുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് കാലത്ത് കടയിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും ബാറ്ററിയുടെ ഭാഗം കണക്ട് ചെയ്തപ്പോൾ ശരിയായി സംഭവം. റിപ്പയർ ചെയ്യാനാണെങ്കിൽ 100 രൂപ ആയുള്ളൂ. ഈ ഫോൺ ഉപയോഗിക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ വണ്ടി കയറിയപ്പോൾ. ഇന്നലാണെങ്കിൽ ശിവന്റെ അമ്പലത്തിൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. ഇങ്ങനെ ആയപ്പോൾ പിന്നെ എന്റെ മൂടൊക്കെ പോയി. ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ല. കൂട്ടുകാരുടെ ആരുടെയും മൊബൈലിൽ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ പോയില്ല. മൊബൈൽ ഇപ്പോഴും ജീവനോടുള്ള കാരണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.